ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് സംഗീത വിരുന്നൊരുക്കി മുന്നേറുകയാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10. നിലവിൽ 8ാം എപ്പിസോഡ് വരെ എത്തി നിൽക്കുന്ന സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ വിശേഷങ്ങൾ ഇങ്ങനെ. നിലവിൽ സ്റ്റാർ സിംഗർ ഷോ മുന്നോട്ട് പോകുന്ന കൺസെപ്റ്റ് ഇങ്ങനെയാണ്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മഹാഗുരുവായി KS ചിത്ര, സിതാരയുടെ കീഴിൽ ഗുരുകുലം സ്കൂളും വിധു പ്രതാപിന്റെ കീഴിൽ കോൺവെന്റ് സ്കൂളും. ഇരു സ്കൂളുകളും തമ്മിലുള്ള മത്സരം തന്നെ ഈ വർഷവും. പക്ഷേ അതിൽ വന്ന മാറ്റങ്ങൾ ഇങ്ങനെ. നിലവിൽ നടക്കുന്നത് സംഗീതത്തിന്റെ ഒരു 2020 മത്സരമാണ്. സ്റ്റാർ സിംഗർ മ്യൂസിക്കൽ ഗ്രാൻഡ് പ്രീമിയർ ലീഗ്. ഓരോ എപ്പിസോഡുകളും ഓരോ മാച്ചുകളാണ്. 2 സ്കൂളുകളിൽ നിന്നും 3 പേർ വീതം ഓരോ എപ്പിസോഡിലും പ്രകടനം കാഴ്ചവെക്കും. ആകെ മാർക്കിൽ കൂടുതൽ മാർക്ക് നേടിയ ടീം വിജയിക്കും. ആ ടീമിന് ഒരു പോയിന്റും ലഭിക്കും. ഷോയുടെ ആരംഭത്തിൽ ടോസിംഗ് നടക്കും. ടോസ് കിട്ടുന്ന ടീമിന് തീരുമാനിക്കാം ആദ്യം ഏത് ടീമാണ് പാടേണ്ടത് എന്ന്. അതായത് ടോസ് കിട്ടുന്ന ടീമിന് ആദ്യം പാടാൻ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മറു ടീമിനോട് പാടാൻ ആവശ്യപ്പെടാം. ഓരോ ടീമിലെയും 3 ഗായകരും ഒന്നിനു പിറകെ ഒന്നായി പെർഫോം ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ ടീമിന്റെ അവസരം ആരംഭിക്കും. പ്ലേലിസ്റ്റ്, പവർ പ്ലേ തുടങ്ങിയ റൗണ്ടുകളിലായിരിക്കും ഓരോ മത്സരാർത്ഥികളുടെയും പെർഫോമൻസ്. എപ്പിസോഡ് അവസാനം ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ലീഗിന്റെ ഈ ഗെയിമിൽ വിജയിക്കുന്ന സ്കൂളിന് മറ്റു സ്കൂളിന്റെ അധ്യാപകർക്ക് ഒരു ടാസ്ക് നൽകാൻ അവസരമുണ്ട്. 8ാമത്തെ എപ്പിസോഡിൽ ഏപ്രിൽ 19 ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡോടെ സ്കോർ ബോർഡ് 2-1 എന്ന നിലയിലായി. അതായത് ഒരു പോയിന്റിന് കോൺവെന്റ് സ്കൂൾ മികച്ചു നിൽക്കുന്നു. 4ാമത്തെ ഗെയിമാണ് ശനിയാഴ്ച എപ്പിസോഡിൽ പൂർത്തിയായത്. ഒരു ഗെയിമിൽ ഇരു സ്കൂളുകളും സമനില പാലിച്ചു. പ്രേക്ഷകർ ഏറെ സ്വീകരിക്കുന്ന ഒരു സംഗീത റിയാലിറ്റി ഷോയാണ് സ്റ്റാർ സിംഗർ സീസൺ 10. കഴിഞ്ഞയാഴ്ച TRPയിൽ 10 പോയിന്റുകൾ നേടിയ വിവരം അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു. ലോഞ്ച് എപ്പിസോഡ് അതിലേറെ റേറ്റിംഗ് ലഭിച്ചിരുന്നു. നിങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 10 ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ പുതിയ സീസണിൽ ആരൊക്കെയാണ് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് കമന്റ് ചെയ്യൂ.